റയാൻ സ്കൂളിൽ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ലച്ചു റൂമിലുണ്ട്. കയ്യിലൊരു കപ്പ് പിടിച്ചുകൊണ്ട് അവനെ നോക്കി നിൽക്കുകയാണ്. അവൻ ഒത്തിരിക്കുന്ന ടവൽ ഒന്നുകൂടെ മുറുക്കിക്കൊണ്ട് കയ്യിലുള്ള ടവൽ ടേബിൾ ഇട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. കോഫി വേണ്ടിയിരുന്നില്ല, ഞാൻ വീട്ടിൽ പോയി കുടിക്കും. അത് സാരില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി, ഞാൻ വേഗം ഉണ്ടാക്കാം. കയ്യിലുള്ള കപ്പ് അവന്റെ കയ്യിൽ കൊടുത്ത് വേഗം തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയാളെ അവൻ ഒതുക്കി പിടിച്ചു. ലച്ചുവിന്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ തോളിൽ താടി കുത്തിക്കൊണ്ട് കുറച്ചു നേരം അവൻ അനങ്ങാതെ നിന്നു. കുളിച്ചില്ലല്ലോ, ഫ്രഷ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി, ഞാൻ കാത്തിരുന്നോളാം. അവളെ തോളിൽ താടി കുത്തി അവളെ കവളിൽ മൂക്ക് തട്ടുന്ന തരത്തിൽ അവൻ പറഞ്ഞു. ലച്ചു ഒന്ന് മൂളുക മാത്രം ചെയ്തു. അവൻ പിടിവിട്ടാൽ അവൾ മാറും. പക്ഷെ റയാൻ അവൾ നിന്നുള്ള പിടിവിടാത്തത് കൊണ്ട് അവളുടെ പുറം അവനിലേക്ക് അമർത്തി കുറച്ചു നേരം അവൾ അങ്ങനെ നിന്നു. ഞാൻ പോകുന്നത് കൊണ്ടുള്ള സങ്കടാണോ? ലച്ചുവിന് ചെവിയിൽ ചുണ്ടുരസിക്കൊണ്ട് അവൻ ചോദിച്ചു. ലച്ചു കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. ചുണ്ട് വിരുമ്പി തുടങ്ങിയത് വേഗം കടിച്ചു പിടിച്ചു. ഞാനിന്ന് ബിസിനസ് ആവശ്യത്തിന് പോന്ന് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള നീ എങ്ങനെ എന്നെ വേണ്ടെന്ന് പറഞ്ഞത്? അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ച കൈ ഒന്നുകൂടെ മുറുക്കി കണ്ടവൻ ചോദിച്ചതും ലച്ചു അവനെ മുഖം ചേരിച്ചു നോക്കി. ഞാൻ വേണ്ടെന്ന് പറഞ്ഞോ? ലച്ചു ഒരു നിമിഷം ആലോചിച്ച ശേഷം ചോദിച്ചു. പിന്നില്ലേ, നിന്റെ കോട്ടന്റെ വാക്കും കേട്ട് എന്നെ വേണ്ടെന്ന് പറഞ്ഞു. റയാൻ ഉറപ്പോടെ പറഞ്ഞിട്ടും ലച്ചു അവനിടം ശക്തിയിൽ കുതറി മാറിക്കൊണ്ട് നേരെ നിന്നു അവന്റെ മുഖത്തോടെ മുഖം നോക്കിക്കൊണ്ട്. സത്യമായിട്ടും നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞതാ, പക്ഷേ എനിക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ലച്ചുവിന് തുറച്ചു നിൽക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി അവൻ പറയുമ്പോൾ ലച്ചു ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തി. അവന്റെ ഇടപെടൽ തന്നെയാണ് ഇതിവിടെ വരെ വന്ന് നിൽക്കുന്നതെന്ന് അവൾക്കറിയാം. ഇനി എന്നെ വേണ്ടെന്ന് പറയുവോ? ചുമ്മാ അവളുടെ മൂടൊന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞു തുടങ്ങിയതാണെങ്കിലും ആ നേരം അവളുടെ മുഖം കുനിഞ്ഞപ്പോൾ അവനും എന്തോ ഒരു സങ്കടം. അതുകൊണ്ട് തന്നെ അവളുടെ താടിയിൽ പിടിച്ച് മുഖം ഉയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ ഇല്ലെന്ന് തലയാട്ടിയതും അവൻ അവളെ മുറുകെ പുണർന്നു. പറയരുത് കേട്ടോ, ഒരിക്കലും പറയരുത്, എന്തു വന്നാലും പറയരുത്. നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം വേണം, അതില്ലെങ്കിൽ നമ്മളുടെ ബന്ധത്തിൽ വിള്ളൽ വരും. പരസ്പരം വിശ്വാസം വേണം, ഇഷ്ടവും വേണം കേട്ടോ. റയാൻ ലച്ചുടെ തലമുടിയിൽ പതി വിരൽ ഓടിച്ചുകൊണ്ട് പറയുമ്പോൾ ലച്ചു അവന്റെ നനഞ്ഞ നഗ്നമായ നെഞ്ചിലേക്ക് അവളെ കവൾ അമർത്തി വെച്ചു. പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ റെഡി ആവട്ടെ. ലച്ചുനെ നെറുകിൽ നിന്ന് ചുംബിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ലച്ചു അനിൽ നിന്ന് മകനും ഒരു ടോപ്പും പാൻറ്റും എടുത്ത് ബാത്റൂമിൽ കയറി. കൂടി കഴിഞ്ഞിറങ്ങുമ്പോൾ റയാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവനെ നോക്കിക്കൊണ്ട് ലച്ചു വേഗം താഴേക്ക് നടന്നു. റയാൻ റെഡിയായി താഴേക്കിറങ്ങി വരുമ്പോൾ ഹരി സെറ്റിലിരിക്കുന്നുണ്ട്. അവനെന്ന് നോക്കിക്കൊണ്ട് റയാൻ നേരെ അടുക്കളയിലേക്ക് നടന്നു. വല്യമ്മമാരൊന്നും ഉണ്ടാവില്ലെന്നുള്ള ഒരു ധൈര്യത്തിൽ കയറി ചെന്നതാണ്. ശ്രീ വിളിച്ചോണ്ട് നേരെ നോക്കിയത് വല്യമ്മയുടെ മുഖത്തേക്കും. അവനൊന്ന് വല്ലാതെയായി. ലച്ചു കറിവേപ്പില പൊട്ടിക്കാൻ പുറത്തേക്കിറങ്ങി. വല്യമ്മയെ നോക്കി കനപ്പിച്ച് മൂടിയ ശേഷം അവൻ അടുക്കളയിൽ നിന്ന് തിരിഞ്ഞു നടന്നു. ഒന്നില്ലെങ്കിൽ സ്ഥിരമായി ചടങ്ങ് കഴിയുമ്പോളം 2 ആഴ്ചയോടെ നിൽക്കണം, അല്ലെങ്കിൽ പിന്നെ തോന്നുന്ന പോലെയുള്ള ഈ വരവ് വേണ്ടെന്ന് പറയണം. നിന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാ. ഹരിയുടെ അടുത്ത് വന്നിരുന്ന് അവന് മാത്രം കേൾക്കുന്ന തരത്തിൽ പറയുമ്പോൾ ഹരി റയാൻഷിനെ മൊത്തത്തിലൊന്ന് നോക്കി. ഭാര്യ ഒറ്റയ്ക്ക് അടുക്കളയിൽ കിട്ടാത്ത ഒരു ചെറിയ സങ്കടമായിട്ടേ ഹരിക്ക് ആ വാക്കുകൾ തോന്നിയിടൂ. വരുമ്പോ വരട്ടെ, എനിക്കതിലൊന്നും പറയാനില്ല. ഹരി ആ സംസാരം അവിടെ നിർത്തിച്ചു. അവനിലൊരു അഭിപ്രായം പറയാനില്ല. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവർക്കൊക്കെ അത് മതി. വരിക്കോ വരാതിരിക്കോ എന്ത് വേണമെങ്കിലും ആവട്ടെ. ഞാൻ ഇന്ന് വൈകിട്ട് ഹൈദരാബാദ് വരെ പോകും, 2 ആഴ്ച കഴിയും വരാൻ. റയാൻഷ് പറഞ്ഞു നിർത്തുമ്പോൾ ഹരി അവനെ നോക്കി. ഒഴിവാക്കാൻ പറ്റാത്ത യാത്രയാണ്. വിവാഹം കഴിഞ്ഞ ഉടനെ പോവേണ്ട ട്രിപ്പായിരുന്നു. നിനക്കറിയാലോ അപ്പോഴത്തെ എന്റെ അവസ്ഥ. അതുകൊണ്ട് മാറ്റി വെച്ചതാ. ഇനി നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാവില്ല. ലച്ചുവിനോട് പറഞ്ഞോ? പറഞ്ഞു. ഹരി പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. ബിസിനസ്സിൽ ഇതുപോലുള്ള ഒഴിവാക്കാൻ പറ്റാത്ത യാത്രകളെ കുറിച്ച് അവൻ അറിയുന്നതാണല്ലോ. പക്ഷെ അവന്റെ പെങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം. രാത്രി റയാൻഷ് കൂടെ ഉള്ളത് അവൾക്കൊരാശ്വാസമാണ്. കിച്ചുവേട്ടാ വാ കഴിക്കാം. ഏട്ടൻ ഇപ്പൊ കഴിക്കുന്നുണ്ടോ? ലച്ചു അടുക്കളയിൽ നിന്ന് ധൃതിപ്പെട്ട് വന്ന് ചോദിച്ചതും രണ്ടുപേരും സെറ്റിൽ നിന്നും എഴുന്നേറ്റ് കഴിക്കാനിരുന്നും. റയാൻഷ് ലച്ചുവിനെ ഇരുത്തി. എന്നാ ഞാൻ ഇറങ്ങട്ടെ, വൈകിട്ട് പോകുന്നതിന് മുൻപ് വിളിക്കാം. പറ്റുവാണെങ്കിൽ നിനക്കൊരു കൂട്ടിന് കുഞ്ഞിവിടെ ആക്കിയിട്ട് പോകാം. കഴിച്ചു കഴിഞ്ഞ ശേഷം പോകാൻ ഇറങ്ങിയവൻ അങ്ങനെ പറഞ്ഞതും ലച്ചുവിന് കണ്ണുകൾ വിടാർന്നു. അത് കേട്ടുന്ന ഹരിയുടെ കണ്ണുകൾ ചുരുങ്ങി. ഏയ് അതൊന്നും വേണ്ട, ആ കുട്ടിക്ക് അതിൽ ബുദ്ധിമുട്ടാകും. 2 ആഴ്ച എന്നൊക്കെ പറഞ്ഞാ ആദ്യത്തെ കൂടുതലല്ലേ? ഹരി പെട്ടെന്ന് പറഞ്ഞതും ലച്ചുവിന്റെ മുഖം വാടി. റോഷ്നി ഉണ്ടെങ്കിൽ അതൊരു കൂട്ട് തന്നെയാണ്. ആദ്യമൊന്നും മിണ്ടിയില്ലെങ്കിലും ഒപ്പമുണ്ടായിരുന്നു. ഇപ്പം മിണ്ടാൻ ഒത്തിരി അധികമാണ്. അവളുണ്ടെങ്കിൽ അതൊരാശ്വാസം തന്നെയാണ്.
അവൾക്കിപ്പോൾ ക്ലാസ് ഒന്നുമില്ല. തൽക്കാലം 1-2 ദിവസം വന്നു നിൽക്കട്ടെ. ബുദ്ധിമുട്ട് പലതും തോന്നുവാണെങ്കിൽ നിങ്ങളാരും പറയാതെ തന്നെ അവൾ പൊയ്ക്കോളും. റയൻഷ് അങ്ങനെ ഒരു ഉത്തരം കൊടുത്തപ്പോൾ ഹരി പിന്നൊന്നും മിണ്ടിയില്ല. എന്തെങ്കിലും കാണിക്കട്ടെ, അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നാ പോരെ, വരാതെ ഇരുന്നാ മതിയായിരുന്നു. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. വൈകിട്ട് സമയമുണ്ടെങ്കിൽ ലച്ചുവിനെ കൊണ്ടുവരും, അല്ലെങ്കിൽ പോയി വന്നിട്ട് കാണാം. ഹരി ഉണ്ടെന്നോ വല്യമ്മമാരുണ്ടെന്നോ ഒന്നും നോക്കാതെ അവൻ ലച്ചുവിനെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്ന് ചുംബിച്ചു. ലച്ചു അവന്റെ നെഞ്ചിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. കണ്ണുകൾ നിറഞ്ഞു വന്നെങ്കിലും കണ്ണിൽ നിന്നും കണ്ണുനീർ പുറത്തേക്ക് ചാടിയില്ല. ശരി, എല്ലാവരോടും ഒരിക്കൽ കൂടെ യാത്ര പറഞ്ഞുകൊണ്ട് അവൻ കാറിലേക്ക് കയറി. ഹരി ലച്ചുവിനെ ചേർത്ത് പിടിച്ചപ്പോൾ അവൾ ഹരിയുടെ നെഞ്ചിലേക്ക് ചാരി നിന്നു. ഇനി കുറച്ചു ദിവസം കാണാതെ അവളുടെ കണ്ണിൽ നിന്ന് അകലെ പോകുന്ന കാറിനെ നോക്കി ഹരിയുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചാരി നിന്ന് ഹരിയുടെ കണ്ണുകളും അകന്നു പോകുന്ന കാറിലായിരുന്നു. വൈകിട്ട് റയൻഷിന് വരാൻ കഴിയുമെന്ന് അവൻ ലച്ചുവിനെ വിളിച്ചു പറഞ്ഞു. പകരം രുദ്രൻ കുഞ്ഞെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവളെ കാത്തു പുറത്തിരിക്കുമ്പോഴാണ് രുദ്രന്റെ കാർ വന്ന് മുറ്റത്ത് നിർത്തിയത്. ലച്ചു ഒരു ചെറുചീരുടെ ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റു. ഏട്ടത്തി. കാറിൽ നിന്നും ഒരു ഭാഗം കയ്യിലെടുത്ത് റോഷ്നി ലച്ചുവിന്റെ അടുത്തേക്ക് ഓടി വന്നു. ലച്ചു ഒരു ചെറുചീരുടെ അവളെ ചേർത്ത് പിടിച്ചു. രുദ്രനൊപ്പം കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അഞ്ജു ഇറങ്ങി. ആളെ മനസ്സിലായില്ലേ? അഞ്ജുവിനെ നോക്കി നിൽക്കുന്ന ലച്ചുവിനെ നോക്കി റോഷ്നി ചോദിക്കുമ്പോൾ ലച്ചു മനസ്സിലായിന്ന് തല കുലുക്കി. രുദ്രൻ അഞ്ജുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറി. അഞ്ജു ലച്ചുവിനെ നോക്കി ചിരിച്ചു. ഏട്ടന്റെയും മനീത്തിയുടെയും ഭാര്യമാരാണ്. ആദ്യമായായിരിക്കും ഇതുപോലൊരു കൂടിക്കാഴ്ച. യാത്ര ചെയ്ത് ക്ഷീണമുണ്ടോ? അഞ്ജു ലച്ചുവിന്റെ അടുത്തേക്ക് വന്നതും ലച്ചു ചെറുചിരിയോടെ ചോദിച്ചു. അഞ്ജുവിലെന്ന് തലയാട്ടിക്കൊണ്ട് ലച്ചുവിനെ നോക്കി. ഒരു പിങ്ക് നിറത്തിലുള്ള ചുരിദാറാണ് വേഷം. നെറ്റിൽ സിന്ദൂരം ഇട്ടിട്ടുണ്ട്. പുറത്തുനിന്ന് എന്തെങ്കിലും ആ മുഖത്തുണ്ടെങ്കിൽ അത് സിന്ദൂരം മാത്രമാണ്, അല്ലാതെ ഒന്നുമില്ല. വളരെ ഭംഗിയുള്ള നിഷ്കളങ്കതയുള്ള ഒരു പാവം കുട്ടി. കണ്ടാൽ തന്നെ അറിയാം. വരൂ, അകത്തേക്ക് ഇരിക്കാം. ലച്ചു രുദ്രനെയും മഞ്ജുവിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒപ്പം റോഷനിയുടെ കൈ പിടിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. രുദ്രനും മഞ്ജുവും സെറ്റിയിലേക്ക് ഇരുന്നപ്പോൾ റോഷനി കയ്യിലുള്ള ബാഗ് സെറ്റിയിലേക്ക് ഇട്ട ശേഷം ലച്ചുവിന്റെ കൂടെ അടുക്കളയിലേക്ക് നടന്നു. ഇവിടെ ഈ കുട്ടി മാത്രമേ ഉള്ളോ? അവരങ്ങോട്ട് അടുക്കളയിലേക്ക് പോയതും അഞ്ജു രുദ്രനോട് അടക്കി ചോദിച്ചു. അതിനവൻ എന്തോ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റെപ്പ് ഇറങ്ങി ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഹരി ഇറങ്ങി വന്നു. ആ രുദ്രേട്ടാ. കയ്യിലുള്ള ഫോൺ കട്ടാക്കി പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവൻ രുദ്രന്റെ അടുത്തേക്ക് വന്ന് വലത്തെ കൈ നീട്ടി. രുദ്രൻ സെറ്റിൽ നിന്നും ഒന്ന് ഉയർന്ന് അവന്റെ കൈയിലേക്ക് കൈ കൊടുത്ത ശേഷം സെറ്റിലേക്ക് തന്നെ ഇരുന്നു. എന്റെ ഭാര്യയാണ് അഞ്ജലി. രുദ്രൻ ഹരിയെ നോക്കി പറഞ്ഞതും ഹരി അവർക്ക് മുന്നിലെ സെറ്റിയിലേക്ക് ഇരുന്നുകൊണ്ട് അഞ്ജുവിനെ നോക്കി ചിരിച്ചു. ഹരി ഓഫീസിൽ പോയി തുടങ്ങിയില്ലേ? ഇല്ല, മനസ്സ് ശരിയാവുന്നില്ല. ഒന്നിനും തോന്നാത്തൊരവസ്ഥ. ഒന്നിനും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. രുദ്രന്റെ ചോദ്യത്തിന് ഇടർച്ചയുടെ മറുപടി പറയുമ്പോൾ കേട്ടിരുന്ന 2 പേർക്കും അത് സങ്കടമായി. അത് പോട്ടെ, ഒരച്ഛനവൻ പോകുന്നതൊക്കെ കേട്ടല്ലോ. ചിരിയുടെ ഹരി ചോദിക്കുമ്പോൾ രുദ്രനും മഞ്ജുവും പരസ്പരം നോക്കിയെന്ന് ചിരിച്ചു. ആ ചിരിയിലുണ്ടായിരുന്നു അവൾക്കുള്ള ഉത്തരം. റയൻഷ് പോയോ? വൈകിട്ട് റോഷനി കൂട്ടി വരാമെന്ന് പറഞ്ഞിരുന്നു. അതിനെ പറ്റിയിട്ടുണ്ടാവില്ലല്ലേ? ഇനിയിപ്പോ ആ കുട്ടിയോട് വരണ്ടെന്ന് പറഞ്ഞോളൂ. വെറുതെ ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടായാലോ. ഹലോ. ഹരി പറഞ്ഞു നിർത്തിയതും അവന്റെ വലത്തെ തോളിൽ ഒരു കൈ തട്ടി. ഒപ്പം ഒരു ശബ്ദവും. ഹരി തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ നിൽക്കുന്ന റോഷ്നി. വന്നോ? ശബ്ദം പുറത്തേക്ക് വന്നില്ലെങ്കിലും അവന്റെ ചുണ്ടുകൾക്കിടയിൽ വാക്കുകളെ അവൻ ഞെരിച്ചു. ഒപ്പം അവളെ മൊത്തത്തിലത് നോക്കി. ഒരു സ്ലീവ്ലെസ് ടീഷർട്ടും പാൻറ്റുമാണ് അവളുടെ വേഷം. മുടി ഒന്നാകെ എടുത്ത് കെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒതുക്കമില്ലാതെ തൂങ്ങിയാടി കളിക്കുന്നുമുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇയാൾക്ക് വരെ ബുദ്ധിമുട്ടുണ്ടോ? ഹരി ഒന്ന് കണ്ണ് ചുരുക്കി ചോദിക്കുന്നതിനൊപ്പം കാര്യമുള്ള ഗ്ലാസ് ചുണ്ടോട് മുട്ടിച്ചു. കുഞ്ഞേ വാ, ഇവിടെ വന്നിരിക്കുക. ആ കുഞ്ഞെന്ന് വിളിച്ചതിൽ ഒരു താക്കീതുണ്ട്. അങ്ങനെയൊന്നും സംസാരിക്കുന്ന ഒരു താക്കീത്. ഹരിയാണെങ്കിൽ കുഞ്ഞെന്ന് വിളിച്ചത് കേട്ട അവളെ മൊത്തത്തിലൊന്ന് നോക്കി. കുഞ്ഞോ? ഈ മുതക്കിളവിയോ? അപ്പോഴേക്കും ലച്ചു ജ്യൂസ് കൊണ്ടുവന്ന് രുദ്രനും മഞ്ജുവിനും കൊടുത്തു. ഹരിക്ക് വേണ്ടി ഒരു ഗ്ലാസ് എടുത്തെങ്കിലും അവൻ വേണ്ടെന്ന് പറഞ്ഞു. ലച്ചു ഹരിയുടെ അടുത്തേക്കിരുന്നു. ഞങ്ങൾ 2 പേരും ഇങ്ങോട്ട് വരണമെന്ന് കരുതി നിൽക്കുമ്പോഴാ കിച്ച് കുഞ്ഞിവളെ കൊണ്ടുവിടാൻ പറഞ്ഞത്. അഞ്ച് ഇതിനു മുൻപ് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇതുവരെ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ വന്നതാ. രുദ്രൻ പറയുമ്പോൾ ഹരി ലച്ചുവും ഒരുപോലെ തല കുലുക്കി. കയ്യിലുള്ള ജ്യൂസ് ഗ്ലാസ് ചുണ്ടോട് അടുപ്പിച്ചുകൊണ്ട് റോഷന് മുന്നിലിരിക്കുന്ന ഹരിയെയും ലച്ചുവിനെയും നോക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ സഹോദരനും സഹോദരിയുമാണെന്ന് പറയും. അത്രയും സാമ്യതയുണ്ട് 2 പേരും തമ്മിൽ. കണ്ണും മൂക്കും ചുണ്ടും പുരിയും ഒക്കെ ഒരുപോലെയാണ്. ഹരിക്കാൽ ലേശം കൂടുതൽ ലച്ചുവിനുണ്ട്. കൈയിലെയും കാലിലെയും വിരലുകൾ പോലും ഒരുപോലെയാണ്. റോഷ്നിയുടെ കണ്ണുകൾ ഹരിയുടെ കാൽവിരലേക്ക് നോക്കുന്ന സമയം ആ 2 കാലുകളും പിന്നിലേക്ക് വലിച്ചു. കണ്ണുകൾ ചുരുക്കി പുരികം വളച്ചുകൊണ്ട് റോഷ്നി ഹരിയുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ നോട്ടവും അവളുടെ മുഖത്തായിരുന്നു. അവൾ അവന്റെ കാലിലേക്ക് നോക്കുന്നത് കണ്ടാവാം അവൻ കാലുകൾ പിന്നിലേക്ക് വലിച്ചത്. അത് മനസ്സിലായതും റോഷ്നി ചുണ്ടുകൊട്ടി അവനിൽ നിന്ന് മുഖം തിരിച്ചു. മതി.
ജ്യൂസ് ഗ്ലാസ് പകുതി കുടിച്ച ശേഷം മഞ്ജു സെറ്റിൽ നിന്നും എഴുന്നേറ്റും. ഒപ്പം കയ്യിലുള്ള ഗ്ലാസ് ലച്ചുവിന് നേരെ നീട്ടി. ലച്ചു അത് വാങ്ങി. ഒപ്പം രുദ്രൻ കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസും വാങ്ങിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ഗർഭിണിയായതുകൊണ്ട് നിർബന്ധിക്കാനും വയ്യ, വല്ല അസ്വസ്ഥതയും ഉണ്ടാകും, അതുകൊണ്ടല്ലേ വേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ലച്ചു ചിന്തിച്ചത്. ലച്ചു അടുക്കളയിലേക്ക് നടന്നതും അഞ്ചു അവൾക്ക് പിന്നാലെ നടന്നു. സംസാരിച്ചിരിക്കുന്ന ഹരിയെയും രുദ്രനെയും നോക്കിക്കൊണ്ട് റോഷ്നി സെറ്റിൽ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. ലക്ഷ്മി, അഞ്ചു വിളിച്ചതും ക്ലാസ് കഴുകിക്കൊണ്ട് നിന്നിരുന്നവൾ തിരിഞ്ഞു നോക്കി. തൊട്ടു പിന്നീട് അഞ്ചു. അച്ഛനും അമ്മയും ആക്സിഡന്റ് ആയ വിവരമൊക്കെ കുറച്ചു കഴിഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. അന്നേരം എന്നെ ചെക്ക് ചെയ്യാൻ ഹോസ്പിറ്റലായിരുന്നു, വരാൻ കഴിഞ്ഞില്ല. അഞ്ചു വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് പറഞ്ഞു. അച്ഛനും അമ്മയും മരിച്ചു പോകുക എന്നൊക്കെ പറയാനുള്ള വിഷമം കൊണ്ടാവും ആ ഒരു വാക്ക് അഞ്ചു പറഞ്ഞില്ല. അതൊന്നും സാരില്ല ഏട്ടത്തി, ഏട്ടത്തി വന്നില്ലെന്നുള്ളത് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അന്ന് എന്ത് വന്നവരും പോയവരും. ലച്ചു കണ്ണു നിറച്ചുകൊണ്ട് നിസ്സാരം പോലെ പറഞ്ഞതും അഞ്ജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അഞ്ജു ഒറ്റ മകളാണ്, അച്ഛന്റെയും അമ്മയുടെയും ഒരേ ഒരു മകൾ. അവരില്ലെങ്കിൽ അവക്കത് ആലോചിക്കാൻ പോലും വയ്യ. മുന്നിലുള്ള പെൺകുട്ടി അപ്പൊ എങ്ങനെയാകും സഹിച്ചു പിടിച്ചു നിൽക്കുന്നത്? സഹിക്കല്ലാതെ വേറെ വഴിയില്ല. ഏട്ടതി, പിന്നിൽ നിന്നും റോഷന്റെ ശബ്ദം കേട്ടും രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. ഇതാ കാലിയായ ജ്യൂസ് ഗ്ലാസ് ലച്ചുവിനെ നേരെ നീട്ടിക്കൊണ്ട് റോഷ്നി പറഞ്ഞു. ലച്ചു ഇത് വാങ്ങി തിരിഞ്ഞു നിന്ന് കഴുകി. ഏട്ടൻ പോവാൻ ഇറങ്ങി തോന്നും. അഞ്ജുവിനെ നോക്കി റോഷ്നി പറഞ്ഞതും അഞ്ജു ലച്ചുവിനെ നോക്കി. ഗ്ലാസ് കഴുകി കമഴ്ത്തി വെച്ച ശേഷം അവൾ അഞ്ജുവിനെ നോക്കി. പോട്ടെ. അഞ്ജുവിന്റെ ചോദ്യത്തിന് ലച്ചു തലയാട്ടി. ഇനി എന്നാ വീട്ടിലോട്ട്? അഞ്ജു മുന്നോട്ട് നടക്കുമ്പോൾ ചോദിച്ചു. അഞ്ജുവിന് പിന്നിലായി നടക്കുന്ന ലച്ചു ഒരു നിമിഷം അതിനുള്ള ഉത്തരം ആലോചിച്ചു. അതുവരെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ചു നോക്കിയിട്ടില്ല. ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് വരണം. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പറഞ്ഞു. അഞ്ജു ഒന്ന് മോളി. രുദ്രനും മഞ്ജുവും പോകുമ്പോൾ ലച്ചുവും റോഷ്നിയും മുമ്മർത്തന നിന്നു. അവർ ഗേറ്റ് കടന്നു പോയതും റോഷ്നി ലച്ചുവിന് തോളിയുടെ കൈട്ടാകത്തേക്ക് നടന്നു. ലച്ചു ഒരു ചീരുടെ അവൾക്കൊപ്പം അകത്തേക്ക് കയറി. മോളെ ലച്ചു. ഹരിയുടെ ശബ്ദം കേട്ടതും റോഷ്നിക്ക് വേണ്ടി ഒരുക്കിയ റൂമിൽ നിന്ന് ലച്ചു പുറത്തേക്ക് വന്നു. ഞാനെന്ന് പുറത്ത് പോയിട്ട് വരട്ടെ, ആ പെണ്ണ് കൂട്ടിനിടേ. പോയിട്ട് വേഗം വരാം. രണ്ടാൾക്കും ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പോയിട്ട് വാ. ഹരി താഴ്ന്ന സ്റ്റെപ്പിൽ നിൽക്കുന്ന ലച്ചുവിനെ നോക്കി പറയുമ്പോൾ അവൾ എന്തോ മറുപടി പറയാൻ തുടങ്ങി. എനിക്ക് പേടിയൊന്നുമില്ല, ഞങ്ങളിവിടെ ഇരുന്നോളാം. ലച്ചു എന്തോ പറയാൻ തുടങ്ങിയതിന് മുൻപ് തന്നെ പിന്നിൽ നിന്ന് റോഷ്നി പറഞ്ഞു കഴിഞ്ഞു. ഹരി അവളെ നിന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ഏട്ടത്തി, ഇവിടെ കുറിക്കാൻ വല്ലതും ഉണ്ടോ? ഹരി പോന്ന് നോക്കി പെട്ടെന്ന് ലച്ചുവിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ലച്ചുവിന് അവൾ പറഞ്ഞത് മനസ്സിലായില്ല. ഇവിടെ കഴിക്കാൻ ബേക്കറി വല്ലതും ഉണ്ടോന്ന് റോഷ്നി ചോദ്യം ആവർത്തിച്ചതും ലച്ചുവിൽ നിന്ന് തലയാട്ടി. റോഷ്നി അതോടെ താഴേക്കോടി. എടോ. കാറിൽ കയറാൻ നിൽക്കുന്ന ഹരി ഡോർ തുറന്ന് പിടിച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി. പിന്നിൽ റോഷ്നി. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാളവനെ ഡോ എന്ന് വിളിക്കുന്നത്. നിനക്കെന്റെ പേരറിയില്ലേ? ഹരി ഡോർ അടച്ച് അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നോണ്ട് ചോദിച്ചു. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. എനിക്ക് എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കണം. ഇവിടെ ഒന്നുമില്ലെന്ന് ഏട്ടത്തി പറഞ്ഞു. അതുകൊണ്ട് വരുമ്പോ കുറച്ച് ചിപ്സ്, മുറുക്ക്, ലേസ്, കുറുകുറെ, മിക്സർ, കേക്ക് ഇതൊക്കെ കൊണ്ടുപോവാ. റോഷ്നി പറഞ്ഞതും ഹരി നെഞ്ചത്ത് കൈ കെട്ടി കാറിന്റെ ഡോറിലേക്ക് ചാരി നിന്നു. ഇല്ലെങ്കിൽ അവന്റെ പുരികമൊന്ന് ചുരുക്കിക്കൊണ്ടവൻ ചോദിച്ചു. റോഷ്നി നിന്നെടുത്തുനിന്ന് അല്പം മുന്നിലേക്ക് വന്നു. കാശ് ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ ഞാൻ എന്റെ ഏട്ടനോട് പറഞ്ഞിട്ട് ക്യാഷ് അയച്ചു തരാം. റോഷ്നി നിഷ്കളങ്കമായി പറയുമ്പോൾ അവളുടെ വാക്കിലൊരു കളിയാക്കലും ഇത്തിരി കുറുമ്പുമുണ്ടായിരുന്നു. പൊടി. എന്തോ ഒരു തെറിയാണ് വായി പറയാൻ വേണ്ടി വന്നത്. പക്ഷെ പറയാതെ അവൻ അടക്കി പിടിച്ചു. പിന്നെ അവിടെ നിന്നില്ല. റോഷ്നി ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ കാറിലേക്ക് കയറി. ബേക്കറിയുടെ കാര്യത്തിലൊരു തീരുമാനമായി നാം പറപ്പിച്ചുള്ള പോക്ക് കണ്ടപ്പോൾ റോഷ്നിക്ക് മനസ്സിലായി. ഓ, അവന്റെ ഒരു ചാട. ചുണ്ടെന്ന് ചുളുക്കിക്കൊണ്ട് റോഷ്നി പറഞ്ഞു തിരിഞ്ഞതും നേരെ മുന്നിൽ ലച്ചുവിന്റെ വല്യമ്മ. ഓ മൈ ഗോഡ്. റോഷ്നി വിളക്കിലെന്ന് ചിരിച്ചു കൊടുത്തു. ഇങ്ങനെയാണോ കുട്ടി ഒരു സാധനം കൊണ്ടുവരാൻ പറയുന്നത്? അതും ഹരിയോട്. അവനോട് കൽപ്പിക്കുന്ന തരത്തിലൊന്നും പറയാൻ പറ്റില്ല. അവൻ അതൊക്കെ ദേഷ്യമാണ്. വല്യമ്മ റോഷ്നി നോക്കി ഇഷ്ടക്കേരോടെ പറയുമ്പോൾ അവളൊന്ന് മുഖം താഴ്ത്തി. പറഞ്ഞത് തെറ്റാണെന്ന ബോധ്യം കൊണ്ടൊന്നുമല്ല, പിറുപിറുക്കുന്നത് മുന്നിൽ നിൽക്കുന്ന സ്ത്രീ കേൾക്കണമെന്ന് കരുതിയാണ്. ഞാൻ എൻ്റെ ഏട്ടന്മാരോടൊക്കെ ഇങ്ങനെയാണ് പറയാറുള്ളത്. മുഖമുയർത്തി ശബ്ദം താഴ്ത്തി വിനയത്തോടെ പറഞ്ഞു. നേരത്തെ ഹരിയെ നോക്കി കൽപ്പിച്ച കുട്ടിയാണ് ഇതെന്ന് പറഞ്ഞറിയിക്കണം. കുട്ടിയുടെ ഏട്ടന്മാരോട് പറയുന്നത് പോലെയാണോ ഹരിയോട് പറയുന്നത്? അതെന്താ, കോരിക്ക് കൊമ്പുണ്ടോ? ചുണ്ടുകൾ പതിയെന്ന് പറഞ്ഞു. വല്യമ്മ അവളെ സൂക്ഷിച്ചു നോക്കി. ആ അഹങ്കാരിയുടെ അനിയത്തിയല്ലേ, ഇങ്ങനെയൊക്കെ കയ്യിലുണ്ടാകും. ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ കൽപ്പിക്കാൻ പാടില്ല. വാങ്ങിക്കൊണ്ട് വരുമോ എന്ന് വേണം ചോദിക്കാൻ. വാങ്ങിക്കൊണ്ടുവാ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കാണ് വാങ്ങി വരാൻ തോന്നുക? നമ്മൾ പറയുന്ന രീതിയിൽ വാങ്ങിക്കൊണ്ടുവരാൻ അവർക്ക് തോന്നണം. അങ്ങനെയാണ് പറയേണ്ടത്. മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ.
അവർ പറഞ്ഞു നിർത്തിയ ഉടനെ തന്നെ 2 വശത്തേക്കും തലയൊന്നു കുലുക്കി നീട്ടിക്കൊണ്ട് അവൾ മറുപടി കൊടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. വല്യമ്മയാണെങ്കിൽ ഇതെന്തൊരു പെണ്ണെന്ന പോലെ അവൾ പോയ വഴിയെ നോക്കി. അല്ല പിന്നെ ഉപദേശം അത് എന്നോട്. ചവിട്ടിക്കുലുക്കി നേരെ പോയത് അവളുടെ മുകളിലെ റൂമിലേക്ക് തന്നെയാണ്. ലച്ചു ഇപ്പോഴും അവിടെയുണ്ട്. ബെഡ്ഷീറ്റ് മാറ്റി വൃത്തിയാക്കുവാണ്. റോഷ്നി വാതിൽക്കൽ നിന്ന് ഒരു നിമിഷം ലച്ചുവിനെ തന്നെ നോക്കി നിന്നു. ഇത്ര ഒരുക്കൊന്നും വേണ്ട എണ്ണതി, എന്നിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നൊന്നുമല്ലല്ലോ. റോഷ്നി ലച്ചുവിന്റെ അടുത്തേക്ക് വന്ന ഒരു ചെറുചീരിയോടെ പറയുമ്പോൾ ലച്ചുവോടെ നിർത്തി നോക്കി. അയ്യോ, ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നാ എന്ന് പറയുമ്പോൾ ആ കോരിയുടെ പെണ്ണല്ലേ ഞാൻ. അത് വേണ്ട, മായ്ച്ചുകള. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഏതു നേരം നാവിൽ ഗുളിക കയറാൻ പറയാൻ പറ്റില്ല. റോഷ്നിയുടെ വാക്ക് കേട്ട് ലച്ചുവളെ കൂർപ്പിച്ചു നോക്കി. ഗുളികയോ? ആ, അങ്ങനെയൊക്കെയുണ്ട്, അതറിയില്ലേ? റോഷ്നി ചോദിക്കുമ്പോൾ ലച്ചു തലയാട്ടി. ഇനി ഇങ്ങനെ എന്തൊക്കെയുണ്ട്? പതിയെ ഞാനെല്ലാം പഠിപ്പിച്ചു തരാം. തലയിണയ്ക്ക് കവറിട്ട് കൊടുക്കുന്ന ലച്ചുവിനെ പിന്നിൽ നിന്ന് മടക്കി പിടിച്ചുകൊണ്ട് റോഷ്നി പറഞ്ഞു. ലച്ചു റോഷ്നി ചിരിയോടൊന്ന് തിരിഞ്ഞു നോക്കി. റോഷ്നി ഇത്ര സ്വാതന്ത്ര്യത്തിൽ പെരുമാറുമെന്നൊന്നും അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഓരോ ദിവസം കഴിയും തോറും അവളോടുള്ള സ്നേഹം നിറഞ്ഞു വരുവാണ്. നീ എന്താ താഴേക്ക് പോയത്? കയ്യിലുള്ള തലയിണ ബെഡിലേക്ക് വെച്ചുകൊണ്ട് ലച്ചു റോഷനെ നേരെ തിരിഞ്ഞു. ഏട്ടനോട് ഞാൻ കുറച്ച് ബേക്കറി കൊണ്ടുവരാൻ പറഞ്ഞതാ. എനിക്കെന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കണം. ഇനിയിപ്പോ പോയി വാങ്ങണം. അതെന്താ, നീ ഏട്ടനോട് പറഞ്ഞില്ലേ? ലച്ചു ചോദിക്കുമ്പോൾ റോഷനെ ചിരിച്ചു കാണിച്ചു. പറയാൻ പറഞ്ഞു, പക്ഷെ വാങ്ങിക്കൊണ്ട് തരില്ലെന്ന കാര്യത്തിൽ എനിക്ക് 1000 വട്ടം ഉറപ്പുണ്ട്. റോഷ്നി പറയുമ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും ലച്ചു ചോദിച്ചില്ല. 2 പേടെയും ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുകൊണ്ട് ഉടക്കിയിട്ടുണ്ടാകുമെന്ന് ലച്ചുവിന് തോന്നി. ഹരി വരുമ്പോൾ രാത്രിയായിട്ടുണ്ട്. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവന്റെ കണ്ണുകൾ ആദ്യം പോയത് സെറ്റിൽ മലർന്നു കിടക്കുന്നവളിലേക്കാണ്. സെറ്റി എന്ന് പറയുന്നത് ആളുകൾക്ക് ഇരിക്കാനുള്ളതാണ്, അല്ലാതെ കിടക്കാനുള്ളതല്ല. ഹരി കടുപ്പിച്ച് പറയുമ്പോൾ റോഷ്നി ഫോണിൽ നിന്ന് മുഖമുയർത്തി ഹരിയെ നോക്കി. അവൾ ആദ്യം നോക്കിയത് അവന്റെ കയ്യിലേക്കാണ്. മനസ്സിൽ കരുതിയതുപോലെ തന്നെ മഹാനൊന്നും കൊണ്ടുവന്നില്ലെന്ന് മനസ്സിലായതും റോഷ്നി അവനെ നിന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ഏട്ടത്തി, കനപ്പിച്ച് വിളിച്ചതും അടുക്കളയിൽ പപ്പടം കാച്ചിക്കൊണ്ട് നിന്നവൾ തിരിഞ്ഞു നോക്കി. ഏട്ടത്തിയല്ലേ പറഞ്ഞത്? ഏട്ടത്തിയുടെ കോട്ടൻ ഞാൻ പറഞ്ഞതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുമെന്ന്. എന്നിട്ടൊന്നും വാങ്ങിയില്ല. എന്നെ ഇങ്ങോട്ട് വാങ്ങാൻ പോവാൻ സമ്മതിച്ചില്ല. റോഷ്നി പറയുമ്പോൾ ലച്ചു സംശയത്തോടെ ഹാളിലേക്ക് നോക്കി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതും പറഞ്ഞിട്ട് കയ്യിലുള്ളതൊക്കെ അവിടെ വെച്ച ശേഷം ലച്ചു ഹാളിലേക്ക് നടന്നു. പിന്നാലെ തന്നെ റോഷ്നിയും